നമ്മുടെ ശ്രീ ശശി തരൂരിനെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മനസ്സ്. എന്തുകൊണ്ടെന്നുള്ള ചെയ്ത വികസന പ്രവർത്തനം, കരമന കളിയിക്കാവുള്ള ദേശീയപാത, നമ്മുടെ ബൈപ്പാസ് കാരോട് കഴക്കൂട്ടം ബൈപ്പാസ്, പിന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ നിസാൻ എന്നുള്ള കമ്പനി ടെക്നോ പാർക്കിനകത്ത് ശശി തരൂർ എന്ന MP-യുടെ ഒരേ ഒരു പ്രയത്നം കൊണ്ടാണ് ഇവിടെ വന്നത്. നിസാൻ എന്ന കമ്പനി അതിൽ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട് ആ ടെക്നോ പാർക്കിനകത്ത്. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ വന്നു. ശശി തരൂർ വന്നാൽ നാട് വികസിക്കുമെന്നാണ്. നാട് വികസിക്കും. ഓക്കെ, അങ്ങനെ തന്നെയാണ്. പറഞ്ഞോ. ഇതൊരു കുപ്പിയാണ്. ആ കുപ്പിയാണ് 50 രൂപയ്ക്ക് ഇതിന്റെ അകത്ത് ഒരു പെട്രോൾ വാങ്ങിച്ചു തന്നെ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് 50 രൂപയ്ക്ക് പെട്രോൾ തരാന്ന്. ഈ കുപ്പി ഇതാ ഇവിടെ വയ്ക്കുകയാണ്. ആ കുപ്പി നിറയ്ക്കരുത്. ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം, പക്ഷെ ആരേ കാണത്തുള്ളൂ. 1 ലിറ്റർ 50 രൂപ. BJP പ്രതിയോട് 1 ലിറ്റർ പെട്രോളിന് 50 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് BJP സർക്കാർ ആണോ അല്ലയോ? അങ്ങനെ പറഞ്ഞിരുന്നോ സാർ എപ്പോഴെങ്കിലും? അങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ല. നരേന്ദ്രമോദി കുഴിച്ചെടുക്കുന്ന സാധനമാണ് പെട്രോൾ എന്നാണ് എന്റെ സഹോദരൻ വിചാരിക്കുന്നത്. നരേന്ദ്രമോദി ഏതാണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമാണെന്ന്. ഈ അന്താരാഷ്ട്ര നിലവാരത്തിൽ എപ്പോഴാണോ പെട്രോളിന്റെ വില കൂടുന്നത് അപ്പൊ കൂടിയിട്ടുണ്ട്, പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് കുറയ്ക്കാത്തത്. കുറച്ചിട്ടുണ്ടോ? ക്രൂഡ് ഓയിലിന്റെ വില 105 ഉണ്ടായിരുന്നപ്പോ നമുക്ക് 55 രൂപയ്ക്ക് പെട്രോൾ കിട്ടി. ക്രൂഡ് ഓയിലിന്റെ വില 87 ആയപ്പോ നമുക്ക് 107 രൂപ. നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു പ്രസ്ഥാനത്തെ അടച്ചധിക്ഷേപിക്കാൻ മോദി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോൾ. മോദി പറഞ്ഞൊരു കാര്യം ചോദിക്കാം. 15 ലക്ഷം രൂപ വെച്ച് അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് 10 കൊല്ലമായി. എവിടെയാണ് മോഡി തരാന്ന് പറഞ്ഞ പൈസ? പിന്നെ ഞങ്ങൾക്കെല്ലാം മോഡിയെ വിശ്വാസമാണ്. കാര്യം പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്നൊരു കാര്യത്തിൽ മോദിയെ വിശ്വാസമാണ്. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞു. 50 രൂപ പെട്രോളിന് കുറയുമെന്ന് പറഞ്ഞു. തുടങ്ങിയ സേവിങ്സ് അക്കൗണ്ട് ഇപ്പൊ എത്രയുണ്ട്? ഒന്നുമില്ല, സീറോ ആണ്. എല്ലാ വർഷവും തൊഴിലവസരം 3 ലക്ഷം തൊഴിലവസരം എവിടെയാണ്? ചേട്ടൻ കുറച്ചെടുത്ത് യുവാക്കൾക്ക് ജോലി പ്രതിവർഷം 3 ലക്ഷം പേർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ടാണ് നിങ്ങൾ ഈ മറുപടി പറയാൻ വേണ്ടി. അടുത്ത് BJP-യുടെ ഒരു വലിയൊരു ചോദ്യമുണ്ട്. ഈ എല്ലാ പോസ്റ്ററിലും മോഡി ഗ്യാരണ്ടി എന്ന് കാണുന്നു. ഈ മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് പണ്ട് 2020 ഗുജറാത്തിൽ ട്രംപ് വന്നപ്പം ചേരി കാണാതിരിക്കാൻ വേണ്ടി വലിയൊരു മതിൽ കെട്ടി മറിച്ച ആ വികസനമാണോ ബോഡി ഗ്യാരണ്ടി എന്ന് ആ ചേട്ടൻ ഒന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ, ഈ വികസനത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ തിരുവനന്തപുരം പാർലമെന്റിൽ മാത്രം 2 പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുവന്നത് ശശി തരൂരാണ്. അല്ലെന്ന് BJP പ്രതിനിധിക്കോ CPM പ്രതിനിധിക്കോ പറയാൻ പറ്റുമോ ചോദിക്കണം. 2 പാസ്പോർട്ട് ഓഫീസ്, ചെറുപ്പക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായ പാസ്പോർട്ട് ഓഫീസ് 2 എണ്ണം. UAE കോൺസുലേറ്റ് മണക്കാട് കൊണ്ടുവന്ന UAE കോൺസുലേറ്റ് ശശി തരൂരാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒട്ടനവധി വികസന. നരേന്ദ്രമോദി സർക്കാർ ശശി തരൂരിനോട് വിവേചനം കാണിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നില്ല. കേന്ദ്ര സർക്കാർ ഞാൻ ചോദിക്കുന്നത് ഇവിടെ 5 വർഷം MLA ആയിട്ട് രാജഗോപാൽ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ എന്ത് വികസനമാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് അന്വേഷിച്ചോക്കണം. മണ്ഡലത്തിലെ രാഷ്ട്രീയം പറഞ്ഞോളൂ. ശശി തരൂർ ജയിക്കൂല. ജയിക്കും. എന്തുകൊണ്ട് ജയിക്കും? കാരണം ശശി തരൂരിന്റെ പോലെ വിഷണറി ആയിട്ടുള്ള ഒരു ലീഡർ വേറെ വിഷണറിയാണ്, ഭാവനാ സമ്പന്നനാണ് അല്ലെ? ശശി തരൂർ സാധ്യതയുണ്ട്. എന്താ സാറേ, ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ 1.5 വർഷക്കാലം പാവപ്പെട്ട കർഷകരെ റോഡിലിട്ട് വലിച്ചഴച്ച തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ. ഇല്ലെന്നുള്ള ഈ നാട്ടുകാർ ഇരിക്കുന്ന ആരെങ്കിലും പറയട്ടെ. 700 കർഷകർ മരിച്ചു ലഖിംപൂർ അല്ലേ? 700 കർഷകർ മരിക്കുകയും ചെയ്തു. പിന്നെ എത്രയോ അമ്മമാരുടെ കാലുകൾ കീറി പൊളിഞ്ഞ് നമ്മൾ പത്രങ്ങളിൽ കണ്ടില്ലേ? കാലുകൾ ചോര ഒളിച്ച് നമ്മൾ വോട്ടായിട്ട് വന്നാൽ ഇടതുപക്ഷത്തിന് വോട്ടായിട്ട് വരും. ഇടതുപക്ഷം ഇന്ത്യ ഭരിക്കുന്നോ ഇല്ലേ എന്നല്ല. നമ്മുടെ അമ്മമാരുടെ ആരെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി ചോര പൊളിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണീര് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി വോട്ടായി നമ്മൾ അവർക്കെതിരെ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണോ? ഉറപ്പായിട്ടും ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ജയിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണകൂടം ഈ രാജ്യത്തെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരായുള്ള നിലപാടുകൾ കൃത്യമായി സ്വീകരിക്കുന്നയാളെന്നുള്ള നിലയ്ക്ക് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കും. 2, ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിന്റെ ആ പ്രകടനത്തിന് വോട്ട് ചെയ്യും. 4 മാസത്തെ പെൻഷൻ ഇത്രയും കാലം ഒരു പ്രശ്നവുമില്ലാതെ തുടർന്ന് പോയി. എങ്ങനെയാ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇവിടത്തെ MP ആയിരിക്കുന്ന മനുഷ്യൻ ഇവിടെ 15 വർഷം MP ആയിരിക്കുന്നയാളാണ്. കോൺഗ്രസ് അവകാശപ്പെടുന്നു ഞങ്ങളാണ് രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു മതനിരപേക്ഷ പാർട്ടിയാണെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചു മാറ്റി അപ്പുറത്തോട് സ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന. പന്നിലാണെങ്കിൽ അങ്ങനെ പറയില്ല. പറയില്ല. ഓക്കെ, എന്താണ് മണ്ഡലത്തിന്റെ സാധ്യത? പറഞ്ഞാട്ടെ. ഈ മണ്ഡലത്തിന്റെ സാധ്യത
ഡോക്ടർ ശശി തരൂർ വിജയിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ ആ. 2009 ആ. കൈയടിക്കുക. 2009 99,998 വോട്ട്, 1,00,002 വോട്ട് കുറവ്. എന്നാൽ 2014 ആയപ്പോൾ ഭൂരിപക്ഷത്തിന് കുറവ് വന്നു. 2019 ആയപ്പോൾ 99,989, 1,00,000 വോട്ടിന് 11 വോട്ട് കുറവ്. 2009 അന്നത്തെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി കേരളത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് തന്ന ഒരു സംഭാവനയാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം 15 വർഷം കൊണ്ട് ഈ പാർലമെന്റിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു കേന്ദ്രമന്ത്രിക്ക് പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മണ്ഡലം വിശ്വസിക്കും. മണ്ഡലം വിശ്വസിക്കും ശശി തരൂരിനെ ആണോ? രാജീവ് ചന്ദ്രശേഖർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം മോഡി ഗ്യാരണ്ടി തന്നെയാണ്. മോഡി ഗ്യാരണ്ടി കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് 6,000 രൂപ അവരുടെ അക്കൗണ്ട് വരുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് മുദ്ര യോജന വഴി ഇവിടുത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ചെറുകിട പരിപാടികൾ ചെയ്യാനുള്ള സാമഗ്രി തരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള കാരണം മൂന്നാമതും ശശി തരൂർ നിൽക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുവാനുള്ള കാരണം. എന്റെ ചോദ്യങ്ങളൊക്കെ ബിജെപിയുടെ പ്രതിനിധിയെടുത്താണ്. എന്ന് വെച്ചാൽ യുവാക്കൾക്ക് വേണ്ടി അടക്കം കുറെ ഗ്യാരണ്ടി വന്നിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ഈ കുട്ടികളടക്കം സ്പോർട്സിന്റെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുന്നതാണ്. സാക്ഷി മാലിക് അടക്കമുള്ള ഇന്ത്യക്ക് വേണ്ടി പതാക ലോകമെമ്പാടും കാണിച്ച ഒരു കായിക താരത്തെ ബ്രിജ് ഭൂഷൺ എന്നുള്ള കഴിവില്ലാത്തൊരു BJP നേതാവിന് വേണ്ടി തള്ളിപ്പറഞ്ഞവരാണോ യുവാക്കൾക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി? കൂടാതെ തന്നെ ഈ കുട്ടികളുടെ അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. മണിപ്പൂർ കലാപത്തിൽ യുവതികളടക്കം വിവസ്തരായിട്ട് അവിടെ മറ്റേ റോട്ടിൽ കൂടി അലച്ചുകൊണ്ട് നടക്കുന്ന ഇവരാണോ സ്ത്രീകൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്? കൂടാതെ തന്നെ 700ഓളം കർഷകര് സമരത്തിലും മരിച്ചു വീണു. ഇന്ത്യയിലത്തെ ഏറ്റവും അടിസ്ഥാന വിഭാഗപ്പെട്ട കർഷകർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഇവർ കൊടുക്കുന്നത്? ഇവർക്ക് അപ്പൊ പൊതുസമൂഹത്തിൽ വോട്ട് ചോദിക്കാനായിട്ട് ഉളുപ്പുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ചേട്ടാ എന്തോ പ്രതികരിക്കാൻ വന്നു, പറഞ്ഞോട്ടെ. എന്താ സാധ്യത? രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനാണ് കൂടുതൽ സാധ്യതയുണ്ട്. അതിന് കാരണം തൊഴിലില്ലാതെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് തിരുവനന്തപുരം ഒരു IT ഹബ്ബായി മാറാൻ രാജീവ് ചന്ദ്രശേഖർ വരണം.